കുട്ടികൾക്കുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുവാൻ ഇത്തരത്തിലുള്ള ഈ കുപ്പിവളകൾ അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും അപകട സാധ്യതയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. കേരളം. നമസ്കാരം. ഇത് നവംബർ മാസം. ഇനിയും ഡിസംബർ ജനുവരി അങ്ങോട്ടുള്ള മാസങ്ങളിൽ സ്കൂളുകളിലെല്ലാം ആവേശമാണ്, കലോത്സവത്തിൻ്റെ സ്പോർട്സിൻ്റെയൊക്കെ. അപ്പോൾ കലോത്സവം എന്ന് പറയുമ്പോൾ സ്കൂളുകളുടെ ഒരു പ്രസ്റ്റേജ് ഇഷ്യൂ ആണ്. അതായത് തിരുവാതിരകളി, ഒപ്പനകളി, ഇതൊക്കെ ചില സ്കൂളുകൾക്ക് ചില ഡിസ്ട്രിക്റ്റുകളിന് സ്വന്തം എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ കുട്ടികൾ ഇത്രയും നല്ല ദൂരെ നിന്നൊക്കെ ഇൻസ്ട്രക്ടർമാരെ കൊണ്ടുവന്നാണ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. വൻ തുകകൾ കൊടുത്തിട്ടാണ് ഓരോ സ്കൂളുകളും ഇന്നത് സമ്മാനം വാങ്ങിക്കുവാൻ വേണ്ടി സ്കൂളുകൾ മത്സരിക്കുകയാണ്. അപ്പോൾ അത്രയും തുക മുടക്കിയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഇവർ ഈ കലോത്സവ വേദികളിൽ ഇപ്പോൾ സബ് ജില്ല, അതുപോലെ ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ് ഇങ്ങനെ പോകുമ്പോൾ ഈ വേദികളിൽ വന്നു കഴിയുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ അപകടങ്ങൾ, കഴിഞ്ഞ മുൻ വർഷങ്ങളിലുണ്ടായ ചില കാഴ്ചകളാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഇതൊരു വഞ്ചിപ്പാട്ടിൻ്റെ ഒരു മത്സരവേദിയിൽ നടന്ന ഒരു വീഡിയോ ആണ്. ഇതിനകത്ത് സംഭവിക്കുന്നത് ഈ കുട്ടികളൊക്കെ കുപ്പിവളകൾ അണിയും. അപ്പോൾ ഇതിനകത്തിൽ ഈ കൈത്താളം അടിക്കുമ്പോൾ അതിനകത്ത് ഈ കുപ്പിവളകൾ കിലുങ്ങുക, അതിപ്പോൾ അങ്ങനെ പാട്ട് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഈ കുപ്പിവളകൾ അപകടകാരി ആണെന്നുള്ളതാണ് ഇപ്പോൾ വരുന്നൊരു പ്രശ്നം. ഈ വീഡിയോയിൽ കാണാം കുപ്പിവള പൊട്ടിയിട്ട് ആ കുട്ടിയുടെ സാരി മുഴുവൻ നനയുകയാണ്, രക്തത്തിൽ അങ്ങോട്ട് മുങ്ങുകയാണ്. എന്നിട്ടും ഇവർ സ്റ്റോപ്പ് ചെയ്യാൻ ഇതിൻ്റെ ജഡ്ജസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇവരെന്തെങ്കിലും കാരണവശാൽ ഈ വൻ തുകകൾ മുടക്കി സ്കൂളുകൾ ഇവരെ ഈ സ്റ്റേജിൽ ഡിസ്ട്രിക്റ്റിലായാലും സ്റ്റേറ്റിലായാലും കൊണ്ടുവന്ന് കഴിയുമ്പം ഇവരുടെ ജീവൻ പോയാലും ഇവർ കളിക്കും. കാര്യം ഇതിപ്പോൾ ഒരു തൊലി പൊട്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ ബ്ലഡ് വരുന്ന കുഴപ്പമില്ല. പക്ഷെ അതിനപ്പുറം ഒരു വെയിനൊക്കെ പൊട്ടുക അല്ലെങ്കിൽ അതുപോലൊക്കെ ഉള്ളൊരു സംഭവമാണ്. അതുപോലെ കൈ കൊട്ടുമ്പം നമ്മൾ ഇതിനകത്തിൽ ഈ പ്രഷർ വന്നിട്ട് ബ്ലഡ് വെളിയിലേക്ക് ചാടുന്നു. അപ്പോൾ അതിനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ഇത് 1-2 വേദികളിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. ആ കുട്ടി ശരിക്കും ആ സാരി ഏതാണ്ട് എത്ര ഒരു 1.5 അടി ലെങ്തിലാണ് ആ ബ്ലഡ് വ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ മുഖത്ത് കാണാം അതിൻ്റെ ഇതിൻ്റെതായിട്ടുള്ള ക്ഷീണവും പരവേശമൊക്കെ കാണാം. പക്ഷേ ഇതൊന്നും കൂടെ കളിക്കുന്ന കുട്ടികളിൽ അത് അഫക്റ്റ് ചെയ്യാതെ, കാര്യം മുഖത്തെ എക്സ്പ്രഷൻസ് എന്തെങ്കിലും മാറിയാൽ അത് മൈനസായി പോകുമെന്ന് വെച്ചിട്ട് ഇതൊരു ജീവൻ മരണ പോരാട്ടമായിട്ട് കലോത്സവ വേദികൾ മാറുകയാണ്. ഇവിടെ ഇരിക്കുന്ന ജഡ്ജസുകൾ അല്ലെങ്കിൽ ഈ ഓഡിയൻസിൽ ഇരിക്കുന്ന രക്ഷകർത്താക്കൾ ഇവരൊക്കെ എന്ത് ചെയ്യുകയാണെന്നുള്ളതാണ് നമ്മളെ ചോദ്യം. അവർക്ക് രണ്ടാമത് ചാൻസ് കൊടുക്കുമ്പോൾ ജഡ്ജസിന് വേറെ ആരോപണങ്ങൾ വരും. അതുകൊണ്ടൊക്കെയാണ് ഈ ജഡ്ജസ് തയ്യാറാകാത്തതെന്നുള്ളതാണ് വേറൊരു പ്രശ്നം. പക്ഷേ ഇവരെ ഒരു അത്യാസന്ന നിലയിൽ ഈ കുട്ടി അവിടെ സ്റ്റേജിൽ വീഴുകയാണെങ്കിൽ, അതിനെന്തെങ്കിലും മറ്റ് അപകടം സംഭവിക്കുകയാണെങ്കിൽ ഇതിന് ആരൊക്കെ പ്രതികളാകും? ആരൊക്കെ ഇതിന് ഉത്തരവാദിത്വം പറയും? ഒരു വഞ്ചിപ്പാട്ടൊക്കെ എടുക്കുമ്പം ആ ക്യാമറാമാനെ ശരിക്കും പറഞ്ഞാൽ ആ ട്രൂപ്പിനെ കംപ്ലീറ്റ് ഫോക്കസ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇങ്ങനൊരു സംഭവം നടന്നതുകൊണ്ട് അതിലേക്ക് മറ്റ് ആളുകളിലേക്കൊന്നും ആ ക്യാമറ കണ്ണുകൾ പോകുന്നില്ല. ഇവിടെ ആ കുട്ടിയെ തന്നെ, ആ ബ്ലഡ് വരുന്ന ആ കുട്ടിയുടെ അവസ്ഥ ക്യാമറാമാന് മനസ്സിലായി. പക്ഷേ
അവിടെ ഇരിക്കുന്ന എത്ര വലിയൊരു വേദിയായിരിക്കും, എത്ര ജനങ്ങൾ കാണും, നാട്ടുകാർ കാണും, അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികൾ കാണും, കലാകാരന്മാർ കാണും, ഇത്തരം ജഡ്ജസ് കാണും, സ്കൂൾ അധികൃതർ, എത്ര പേരവിടെ ഉണ്ട്. ഇവരുടെയൊക്കെ കണ്ണ് കാണാൻ ഇവർക്കൊന്നും കണ്ണ് കാണുന്നില്ല എന്നാണ് എൻ്റെ സംശയം. മറ്റൊരു വീഡിയോ, ഒപ്പന. അതായത് നമുക്കറിയാം കോഴിക്കോടിൻ്റെ ഒരു തനത് കലയാണ് ഈ ഒപ്പന എന്ന് പറയുന്നത്. ഈ മിക്കവാറും കോഴിക്കോട് തന്നെയാണ് ഈ ഒപ്പനയിലൊക്കെ കൂടുതലും കഴിഞ്ഞ സ്റ്റേറ്റ് തലത്തിലുള്ള മത്സരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒപ്പനയിൽ ഇവിടെ സംഭവിച്ചതും ഇത് തന്നെ, കുപ്പിവളയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കുപ്പിവള അടുത്ത കലോത്സവത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു കാര്യമല്ലേ എന്നാണ് നമുക്ക് ഈ ഒരു അടുത്ത കലോത്സവം വരുമ്പോൾ അതിന് മുമ്പേ ഉള്ള ഒരു ചിന്ത വരേണ്ടത്. രക്തം കൈത്തണ്ടയിൽ നിന്നും വസ്ത്രങ്ങളിലേക്കും പടരാൻ തുടങ്ങി. ഈ സമയത്ത് ഇതേ വഞ്ചിപ്പാട്ടിൽ സംഭവിച്ചത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ വാള പൊട്ടിയിട്ട് ഒപ്പന ചെയ്യുന്ന ഒരു കുട്ടിയിലെ വസ്ത്രം, അത് വെളുത്ത ഒരു ഡ്രസ്സാണ് ഒപ്പനയ്ക്ക് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് വെള്ളയാകുമ്പോൾ അത് റെഡ് കളറൂടെ ബ്ലഡിൻ്റെ അത്ര ഒരു ഡ്രസ്സ് കംപ്ലീറ്റ് സ്പ്രെഡായിട്ട് ഈ കൂടെ കളിക്കുന്ന പിള്ളേർക്ക് ഇതിന് അവരുടെ മനസ്സിൽ ഇവർക്കൊക്കെ സമ്മാനം എന്നുള്ളതാണ്. ജീവനോ ജീവിതമോ അല്ല ഇവരുടെ. ഇത് ഒരു രക്ഷകർത്താവിന് ഈ സമ്മാനമല്ല വലുത്, അവരുടെ കുട്ടിയുടെ ജീവനാണ് വലുത്. ഇതൊക്കെ കണ്ടില്ല എന്ന് എങ്ങനെ നടിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ സംശയം. ശ്രദ്ധയിൽപ്പെടുന്നത് കളിക്കൂട്ടുകാരും ഇത് കണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ കുട്ടികൾ കളി അവസാനം വരെ ആടിത്തിമിർക്കുകയായിരുന്നു. കാണികളും കരഘോഷത്തോടെയാണ് ടീമിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്. കരഘോഷത്തോടെ ഓഡിയൻസ് പ്രോത്സാഹിപ്പിക്കുന്നു. ഇവർക്കൊക്കെ എന്ത് മനോധർമ്മമാണ്. ഇവർക്കും മക്കളും സഹോദരങ്ങളും ഒന്നും ഇല്ലേ ഈ ഓഡിയൻസ് ഇരിക്കുന്നവർക്കും? ഈ ഒരു ബ്ലഡ് കണ്ടാൽ അതിനെ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് അതിന് സെക്കൻഡ് ഒരു ചാൻസ് അവർക്ക് കൊടുക്കണം. ഇനി വരുന്ന കലോത്സവത്തിൽ കുപ്പിവള വേണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് വളരെ ഇത് പൊട്ടിക്കഴിയുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പിച്ചാത്തി, അതായത് സൂചി കൊണ്ട് കുത്തി കീറുന്ന മാതിരിയാണ് ഈ വളയൊക്കെ പൊട്ടിക്കഴിയുമ്പം കീറുന്നത്. അല്ലെങ്കിൽ ഇച്ചിരൂടെ വേറെ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ കൈ അടിച്ചു കഴിയുമ്പോൾ ആ ഒരു കിലുക്കം വരത്തില്ല. കിലുക്കം വരാനാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ കിലുക്കത്തിനപ്പുറത്ത് ജീവിതത്തിൻ്റെ ഒരു താളമുണ്ട്. അതും കൂടെ നഷ്ടപ്പെടുന്ന രീതിയിൽ ഈ കിലുക്കം ഉണ്ടാക്കരുത്. വളപ്പൊട്ട് തട്ടിയിട്ടാണ് ആ ബ്ലഡ് വന്നത്. പക്ഷേ കാണികൾ ഒന്നടക്കം ആ ടീമിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതാണ് കോഴിക്കോടിൻ്റെ ഒരു മഹത്വം. കാണികൾ ഒന്നടങ്കം അങ്ങ് പ്രോത്സാഹിപ്പിക്കുകയാണ് കോഴിക്കോടിൻ്റെ മഹത്വം. എന്ത് മഹത്വം! രക്ഷിതാക്കൾക്ക് അവരുടെ കുട്ടിയുടെ ജീവൻ, അവരുടെ കുട്ടിയുടെ ഒരു അവസ്ഥ, ഇത് കാണുന്ന രക്ഷിതാവിന് ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് ഇവരെന്താ ചിന്തിക്കാത്തത്? ഈ കലയും ആസ്വാദനവും എല്ലാം കലോത്സവ വേദികളിലും നമുക്കുമൊക്കെ എല്ലാം വളരെ ഇഷ്ടമാണ്. പക്ഷേ ഈ കലോത്സവം എന്ന് പറയുമ്പോൾ തന്നെ തർക്കങ്ങളുടെ ഒരു ഉത്സവം എന്നാണ് ഇപ്പം മാറിയിരിക്കുന്നത്. എങ്ങനെ പോയാലും ജഡ്ജ്മെൻ്റ് പൈസ കൊടുത്ത് സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങളുമായി മാറുന്ന കലോത്സവ വേദികളിൽ വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും ഇതിനൊരു തടയിടുവാൻ, ഈ കുട്ടികൾക്കുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുവാൻ ഇത്തരത്തിലുള്ള ഈ കുപ്പിവളകൾ, അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും അപകട സാധ്യതയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. അഥവാ ഇങ്ങനൊരു അപകടം വന്നാൽ ഇതിനത്തിന് അവർക്കുള്ള നിയമ ഭേദഗതി ചെയ്തു കൊടുക്കണം. രണ്ടാമത് അവർക്ക് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയും രണ്ടാമത് അവർക്ക് ഒരു ചാൻസ് കൊടുക്കുകയും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.